കണ്ടില്ലേ ആ വീഡിയോ കണ്ടപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ചങ്ക് തകർന്നു പോയി. തന്റെ എത്ര വർഷത്തെ കഷ്ടപ്പാടാണത് അല്ലേ? തന്റെ എത്ര അധ്വാനം ഉണ്ടാവും, തന്റെ എത്ര സമ്പത്ത് ഉണ്ടാവും, അതെല്ലാം അതിലായിരുന്നു. അതെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് കണ്ണിന്റെ മുമ്പിൽ ഇല്ലാതാവുന്ന ആ ഒരു രംഗമുണ്ടല്ലോ, ആ മനുഷ്യന്റെ ചങ്ക് പടച്ചിട്ടുണ്ടാവും അല്ലേ? ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു വീഡിയോ ആണ്. ആ കമന്റ് ബോക്സിന്റെ താഴെ ഒരുപാട് സഹോദരങ്ങൾ പോയിട്ട് മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ താങ്കൾക്ക് എന്താ വേണ്ട, ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടാ, താങ്കൾക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്തു തരാം, ഞങ്ങളാൽ കഴിയുന്ന എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് ഒരുപാട് 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 സഹോദരങ്ങൾ അദ്ദേഹത്തിന്റെ ആ വീഡിയോയ്ക്ക് താഴെ പോയി കമന്റ് കൊടുക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ ആ നിപ്പിനെ കാട്ടി എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ വാർത്ത എന്തെന്നറിയോ, അല്ലെങ്കിൽ സന്തോഷം തോന്നിയ എന്തെന്നറിയോ, ആ ഒരു വീഡിയോയുടെ താഴെ എനിക്ക് തോന്നുന്നു ഏകദേശം മില്യൺ ആൾക്കാർ ആ വീഡിയോ കണ്ടു. ആ വീഡിയോയുടെ താഴെ ഓരോ മലയാളികളും കൊടുക്കുന്ന കമന്റ് ഉണ്ടല്ലോ, ഹൃദയത്തിലെ തട്ടുന്ന കമന്റാണ്. അത് ഉള്ളവനാവട്ടെ ഇല്ലാത്തവനാവട്ടെ എന്തോ ആയിക്കോട്ടെ, ഞങ്ങളാൽ കഴിയുന്നത് നിങ്ങൾക്ക് ചെയ്തു തരാം, നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ അയക്കുമെന്നാ പറയുന്നത്. അതിനിപ്പോ ചിലപ്പോ 100 ആവാം, 50 ആവാം, അതിന് എത്രയാവട്ടെ, പൈസ അല്ല. പക്ഷെ ഒരു വിഷയത്തില് ഒരു മനുഷ്യൻ അവന്റെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവനെ സഹായിക്കുന്നവനാണ് ഏറ്റവും നല്ലൊരു മനുഷ്യൻ. അതിന് നമ്മളെ മലയാളികളെ കഴിഞ്ഞ് മറ്റാരും. അതിന് എന്ത് വിഷയം എടുത്തു കഴിഞ്ഞാലും നമ്മളവിടെ, നമുക്ക് രാഷ്ട്രീയം ഉണ്ടാവും, വ്യത്യസ്ത ജാതി മതം എന്ത് തേങ്ങാക്കൊലയായാലും ഒരു മലയാളിക്ക് ഒന്നെന്ന് പറയുമ്പോൾ നമ്മളെ മലയാളികൾ എല്ലാം കൂടി ഇങ്ങനെ എന്താ പറയാ ഒത്തുകൂടും, അവനെ എങ്ങനെയെങ്കിലും സഹായിക്കണം എന്നുള്ളൊരു ചിന്തയാണ്. പക്ഷെ ആ സഹോദരൻ പറയുന്നുണ്ട്, കുഴപ്പമില്ല, വിഷയമല്ല, നിങ്ങൾ പറഞ്ഞല്ലോ അത് മതി, നിങ്ങൾ ചോദിച്ചല്ലോ അത് മതി, ഞാൻ സന്തോഷവാനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ മനുഷ്യന്റെ ആ നിപ്പ് കണ്ടിട്ട് ചങ്ക് പടഞ്ഞു പോയിട്ടു. സംഭവം വേറൊന്നുമല്ല, തോട്ടത്തിൽ മരുന്നടിച്ചതാണ്. തോട്ടത്തിൽ മരുന്നടിച്ചപ്പോൾ വെള്ളം കയറി, ആ വെള്ളം നേരെ ഇങ്ങോട്ട് വന്നു, മീൻ വളർത്തുന്ന അവിടെ വന്നു. അങ്ങനെ ആ മീനുകളെല്ലാം ചത്തുപോയി. ലക്ഷങ്ങളുടെ മീനാണ്, തന്റെ അധ്വാനം, ലക്ഷങ്ങളുടെ സമ്പാദ്യം, താൻ പോറ്റി വളർത്തിയത് എല്ലാം നഷ്ടപ്പെട്ട് ഒരൊറ്റ നിമിഷം കൊണ്ടാണ്. ആ നോക്കി നിൽക്കുന്ന ആ രംഗം ഒന്നും പറയാനില്ല. പ്രിയപ്പെട്ട സഹോദര, താങ്കൾക്ക് ഇനിയും നല്ല ഉയർച്ചയിൽ എത്തട്ടെ, ഒരുപാട് താങ്കളുടെ ബിസിനസ്സിൽ ഒരുപാട് വളർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഒരുപാട് ആൾക്കാർ നിങ്ങളോട് സഹായം വേണമെന്ന് ചോദിച്ചപ്പോഴും നിങ്ങൾ അതിനെ എല്ലാം നിരസിക്കുകയാണ് ചെയ്തത്. ഒരു ബിഗ് സല്യൂട്ട് പ്രിയപ്പെട്ട സഹോദര. മലയാളി പൊളിയാണ് മക്കളെ. ഇവിടെ കാണൂടാ ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി, ഒരു ഒത്തുചേരല്. എന്ത് രാഷ്ട്രീയം ആവട്ടെ, അവൻ കമ്മ്യൂണിസ്റ്റുകാരനാവട്ടെ, കോൺഗ്രസ്സുകാരനാവട്ടെ, മുസ്ലിം ലീഗുകാരനാവട്ടെ, BJP-കാരനാവട്ടെ, ഇനി എന്ത് രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു മലയാളിക്ക് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം അങ്ങോട്ട് ഒന്നാവും. അതാണ് മലയാളി, ഒന്നും പറയാനല്ല, സൂപ്പർ.